എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞാനിപ്പം ഇങ്ങോട്ട് കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കോലത്തിലൊക്കെ നിൽക്കുന്നത്. അപ്പം എല്ലാവരും ചായ കുടിച്ചോ, ഫുഡൊക്കെ കഴിച്ചോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിൽ കേട്ടുകേൾവിയുള്ള ഒരു റെസിപ്പിയാണ് ബീൻസ് പരിപ്പുസ്ലി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൊത്തമരയ്ക്ക പരിപ്പുസ്ലി എന്നൊക്കെ പറയുന്നത് ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരു ഉപ്പേരി ടൈപ്പ് ഓഫ് ഡിഷാണ്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്കതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം ആദ്യം നമുക്ക് ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പയറുപേര് വെക്കുന്ന മാതിരിയല്ല, അതിലും ചെറുതായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ബീൻസ് വന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് കടലപ്പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് അത് തണുപ്പിച്ച് സോക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് വെള്ളം ചേർക്കാണ്ട് മുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരച്ചിട്ട് അത് ആവി കയറ്റുക കേട്ടോ, ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട്. എന്നിട്ട് ഒരു ചട്ടിയിൽ എണ്ണ, കടുക്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതിന് ശേഷം ബീൻസ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ബീൻസ് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ആവി കയറ്റിയത് നന്നായിട്ട് വേറെടുത്തിട്ട് ആവി കയറ്റിയത് നമുക്ക് എന്ത് ചെയ്യുക, ഈ ബീൻസിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ട് അത് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ സൈഡ് ഡിഷായിട്ട് കൊടുത്തിടാൻ പറ്റിയ റെസിപ്പിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.